എന്നാ പിന്നെ ഇപ്പൊ തന്നെ ഞാൻ എല്ലാവരും വിളിച്ച് കാര്യം പറഞ്ഞേക്കാം. ഒരു നിമിഷം പോലും വൈകരുത്. വിജയ, അടുത്തുള്ള മരങ്ങളിൽ എവിടെയെങ്കിലും ഈ രാത്രിയിൽ 2 കുരുവികൾ ചേക്കേറും. കാളസർപ്പം അടയിരിക്കുന്ന മരച്ചുവടാണ് അതെന്നറിയാതെ. ഏത് സർപ്പക്കാവിലായാലും വേണ്ടില്ല, ഒരു വീട് വേണം ഇന്ന് രാത്രി തന്നെ. മാഡം വിഷമിക്കാതിരിക്കെ, സതീഷ് ഒന്ന് വന്നോട്ടെ. ഇവിടെ വാടക കിട്ടാവുന്ന സകല വീടുകളെ കുറിച്ചും സതീശൻ അറിയാം. ആ, അവൻ വന്നു തോന്നുന്നു. സതീഷേ, ഇതാ ഞാൻ പറഞ്ഞ പാർട്ടി. ഓഹോ, ഇതാണല്ലേ ആ കക്ഷികള്. ഡാ, പുതിയ വീട് വല്ലതും കയ്യിലുണ്ടോടാ? അത് ഈ രാത്രിയിലൊക്കെ വിളിച്ചു പറഞ്ഞ ഞാൻ എവിടെ പോയി വീട് കണ്ടുപിടിക്കാനടാ? ഇപ്പൊ ഒരെണ്ണം കയ്യിൽ നിന്ന് പോയതേ ഉള്ളൂ. ആ, നീ ഒന്ന് ശ്രമിക്കടാ. എന്തായാലും വാ നോക്കാം. ഇതാ ഞാൻ പറഞ്ഞ പാർട്ടി. വാടക വീടുണ്ട്, പക്ഷെ ഈ രാത്രിയിൽ പറ്റില്ല. അത് പിന്നെ ഞങ്ങൾക്ക് വേറെ വഴിയില്ലാത്തോണ്ടാ. നിങ്ങൾക്ക് പകൽ സമയത്ത് വന്നൂടായിരുന്നു. അത് ഞാൻ പറഞ്ഞില്ലേ, അവര് താമസിച്ചിരുന്ന വീട് ബാങ്കുകാർ വന്ന് പൂട്ടി സീൽ വെച്ചിട്ട് പോയിന്ന്. ഓണർക്ക് ബാങ്കിൽ കട ഉണ്ടായിരുന്ന കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. വീടുണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിലാ ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങൾ പുറപ്പെട്ടത്. ഇവിടെ എത്തിയപ്പോഴല്ല വിവരം അറിയുന്നത്. എന്തായാലും ഇന്നിനി പറ്റില്ല, നാളെ രാവിലെ ആവട്ടെ. അതേ നടക്കുള്ളൂ മാഡം. ഇന്നിനി വീട്ടുകാരും എഴുന്നേൽക്കില്ല. ശരി, എന്നാ രാവിലെ വരാം. എപ്പോ വരണമെന്ന് സതീഷ് പറ. അതൊക്കെ നിങ്ങൾ തീരുമാനിച്ചാ മതി. ഞങ്ങളൊരു 8 മണിക്ക് വരാം. ശരി, 8 മണിയാകുമ്പോഴേക്കും ഞാനിവിടെ എത്താം. ഇതിരിക്കട്ടെ, രാവിലെ 8 മണിക്ക് കാണാം. മാഡം. എന്നാ പിന്നെ ഞാൻ പോട്ടേടാ. ആ ശരി. നാളെ കാലത്ത് 8 മണിക്ക് വരാന്നാ പറഞ്ഞത്. ഇല്ല ഇല്ല, ഒരു സംശയം തോന്നിട്ടില്ല. എന്താ ഓക്കെ ഓക്കെ. നീ എന്താ ഇവിടെ നിർത്തിയത്? നിർത്തണം. അതെന്തിനാണെന്നാ ചോദിച്ചത്. ഒരാളെ കാണാനുണ്ട്. ആളെയോ? ഏതാളെ? ഒരു ബ്രോക്കറെ. നിനക്ക് എന്താ പറ്റിയത്? ഇന്നിന് വീട് കിട്ടില്ലെന്നാ സതീഷ് പറഞ്ഞതല്ലേ? ആ സതീഷിനെ എനിക്കത്ര വിശ്വാസം പോരാ. അതെന്താ? നമ്മൾ അവിടുന്ന് പോന്നപ്പോ തന്നെ അവനാർക്ക് ഫോൺ ചെയ്ത് ശ്രദ്ധിച്ചോ? അതവൻ നമുക്ക് വീട് അന്വേഷിച്ചതാവും. ആവില്ല പാറു. നീ എല്ലാത്തിനും ഇങ്ങനെ സംശയത്തിന്റെ കണ്ണിലൂടെ കാണുന്നോണ്ട. സംശയിക്കണം. വെറുതെ ഒരു സംശയത്തിന് നമ്മൾ കാശൊന്നും കൊടുക്കണ്ടല്ലോ. അയാള് വിഷ്ണുവിന്റെ ആളാണെന്നാണോ നീ പറയുന്നത്? ആവണമെന്നില്ല.
ആ സംശയം തീർക്കാനാ ഞാൻ ഓട്ടോക്കാരനെ വിളിച്ച് വേറൊരു ബ്രോക്കറുടെ നമ്പർ വാങ്ങിയത്. നീ എന്തെങ്കിലും ചെയ്യും, ഞാൻ കുറച്ചൊന്ന് ഉറങ്ങട്ടെ. ഉറങ്ങാറായിട്ടില്ല. ഡേ, അവിടെയുണ്ട് നമ്മൾ അന്വേഷിക്കുന്ന ആള്. അയാളോട് ഞാൻ സംസാരിക്കുന്ന സമയം നീ കാറിനകത്തിരുന്നാ മതി. വെറുതെ ഇരുന്നാ പോരാ, അയാളെ വാച്ച് ചെയ്യണം. കാറിൽ ഇങ്ങനെ ഒരാളുണ്ടെന്ന് അയാൾ അറിയരുത്. അയാളോട് നീ എന്താ പറയാൻ പോകുന്നത്?